എല്ലാവർക്കും നമസ്കാരം. AG ബയോളജിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു കാഷ്വലായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ChatGPTയുടെ ഒക്കെ ഒരു കാലഘട്ടത്തിൽ, AI അതിപ്രസരമുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഈ ഒരു സമയത്ത് പല ആശങ്കകൾ ടീച്ചേഴ്സിൻ്റെ ഇടയിലും, അതായത് എഡ്യൂക്കേറ്റേഴ്സിൻ്റെ ഇടയിലും, അതുപോലെ തന്നെ സ്റ്റുഡൻസിൻ്റെ ഇടയിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനെ ഒന്ന് അനലൈസ് ചെയ്യാമെന്നാണ് ഞാനിന്ന് വിചാരിക്കുന്നത്. അത് ബയോളജിയുടെ കണ്ണിലൂടെ കൂടി ഒന്ന് നോക്കിക്കാണുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ പലപ്പോഴും ഈ ജനറേഷൻ ഗ്യാപ്പിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. 90s കിഡ്സ് എന്ന് വിളിക്കുന്ന ആളുകൾ പൊതുവെ ഒരു ഇൻഫർമേഷൻ്റെ ഒരു ഏജിലൂടെ കടന്നുപോയവരാണ്. പെട്ടെന്ന് ഒരു ഇൻ്റർനെറ്റ് വിപ്ലവം അവർ ശരിക്കും അവരുടെ വർക്ക് ലൈഫിൽ അതുപോലെ തന്നെ പഠനത്തിലും അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഈ ഒരു ആശങ്ക നിലവിലുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, പലപ്പോഴും ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട്, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഉത്തരം എഴുതരുത്, അല്ലെങ്കിൽ പുസ്തകത്തിൽ നോക്കി വേണം ഉത്തരം എഴുതാൻ എന്നുള്ള ഒരു രീതി അവിടെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മൾ പുറത്ത് കിടന്നു അല്ലേ. ഇന്ന് പുസ്തകങ്ങളിലൂടെ അല്ലാതെ ആണ് ഭൂരിഭാഗം ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കുന്നത്. പുസ്തകങ്ങളിലുള്ള ഇൻഫർമേഷനുണ്ട്, പക്ഷേ റിസർച്ച് ഗവേഷണ രംഗത്താണെങ്കിലും ഇപ്പോൾ ഒരു സബ്ജക്റ്റിൽ പോലും ആയിരക്കണക്കിനുള്ള ജേണലുകളുണ്ട്. അത് അനുനിമിഷം പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം പ്രിൻ്റഡ് ഫോമിൽ വാങ്ങി വായിച്ച് അത് വിശകലനം ചെയ്ത് അതിൽ അറിവ് നേടുക എന്ന് പറയുന്നതൊന്നും നടക്കുന്ന കാര്യമല്ല അല്ലേ. അപ്പോൾ ഓൺലൈനായിട്ടുള്ള ലേണിംഗ് എന്ന് പറയുന്നത് അത് നോർമലായി മാറിക്കഴിഞ്ഞു. ഇനി മറ്റൊരു ജമ്പിലൂടെയാണ്, അല്ലെങ്കിൽ ഇൻഫർമേഷൻ്റെ ഒരു ജമ്പ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൂടി ഉപയോഗിച്ചിട്ട് കൊണ്ടുള്ള ഒരു ലേണിംഗ് രീതിയാണ്. അവിടെയാണ് ഒരു സംശയം ഉണ്ടാകുന്നത് അല്ലേ. ഇത് ഉപയോഗിക്കണ്ടയോ, എവിടെയാണ് ചില ചാലഞ്ചസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ചാലഞ്ചസ് ഉണ്ട്, അവിടെ ഒരു എത്തിക്കലായിട്ടുള്ളൊരു ഡിലമയുണ്ട്, ഒരു പ്രൈവസി കൺസേൺ ചിലപ്പോൾ ഉണ്ടാകാം, അല്ലെങ്കിൽ കുട്ടികളുടെ ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ ബാധിക്കുന്ന രീതിയിലാണോ ഈ ലേണിംഗ് ഉണ്ടാവുക എന്നുള്ളത്. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എങ്ങനെയാണ് ഗവേഷണം പോകുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ബയോളജിയിലേക്ക് തന്നെ നമുക്ക് നോക്കാം. ബയോളജിയിൽ പലതരത്തിലുള്ള ചോദ്യങ്ങൾ അഡ്രസ്സ് ചെയ്യാറുണ്ട്. അപ്പോൾ ജനിതകപരമായിട്ടുള്ള ചോദ്യങ്ങൾ, അല്ലേ, ജനിതകപരമായിട്ട് പണ്ട് ഫോർവേഡ് ജെനറ്റിക്സ് എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ മ്യൂട്ടേഷൻസ് ഒക്കെ നടത്തി പലതരം മോഡൽ ഓർഗാനിസംസിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരുന്ന ശാസ്ത്രജ്ഞരുണ്ട്. പിന്നീട് അതിലൊരു റിവേഴ്സ് ജെനറ്റിക്സ് എന്ന് നമ്മൾ പറയും. നമ്മൾ സീക്വൻസിങ്ങിൻ്റെ ഇൻഫർമേഷൻ ഉണ്ടായപ്പോൾ ആ സീക്വൻസിങ് ഇൻഫർമേഷനെ കൂടുതലായിട്ട് റിലേ ചെയ്യുന്ന കാര്യങ്ങളുണ്ടായി അല്ലേ. ഇപ്പോൾ ജീനോമിക്സ് എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് വന്നു. ഇവിടെ എല്ലാം മോഡേൺ സിന്തസിസ് ആയിട്ട് പലതരത്തിലുള്ള ഇൻഫർമേഷനെ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ക്ലബ് ചെയ്തുകൊണ്ടാണ് റിസർച്ച് ക്വസ്റ്റ്യൻസിനെ പലപ്പോഴും അഡ്രസ്സ് ചെയ്യുന്നത്. സ്ട്രക്ചറൽ ബയോളജി എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ. അവിടെ പ്രോട്ടീൻ സ്ട്രക്ചേഴ്സിനെ കുറിച്ച് പഠിക്കുക എന്ന് പറയുന്നത് പലപ്പോഴും ഒരു തലവേദനയായിരുന്നു. കാരണം നിങ്ങൾക്ക് DNA സീക്വൻസസ് അറിയാം, പ്രോട്ടീൻ സീക്വൻസസ് അറിയാമെങ്കിൽ പോലും പ്രോട്ടീനുകളുടെ ഫോൾഡിങ്ങിനെ പ്രെഡിക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിരുന്ന ഒരു കാര്യമായിരുന്നില്ല. അതൊരു ഫോൾഡിങ് പ്രോബ്ലം ഇൻ ബയോളജി എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടി ആയാസകരമാക്കിയത്, ഇന്നും ആ പ്രോബ്ലം മുഴുവനായി സോൾവ് ചെയ്തു എന്നൊന്നുമല്ല പറയുന്നത്, പക്ഷേ ആ പ്രോബ്ലത്തിനെ കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിൽ, കുറച്ചും കൂടി ഈസി ആയിട്ട് അല്ലെങ്കിൽ എഫിഷ്യൻ്റായിട്ട് നോക്കിക്കാണാനായിട്ട് ഇന്ന് AI ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ആൽഫാഫോൾഡ്, ഈ കഴിഞ്ഞ നോബൽ സമ്മാനത്തിന് അർഹമായിട്ടുള്ള ആൽഫാഫോൾഡ് എന്ന് പറയുന്നത് തന്നെ വലിയൊരു കുതിച്ചുചാട്ടമാണ് സ്ട്രക്ചർ ബയോളജിയിൽ. പണ്ടൊക്കെ ക്രിസ്റ്റൽസ് പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വർഷങ്ങളോളം എടുക്കുന്ന കാര്യമാണ്. ആ ക്രിസ്റ്റൽസ് കൃത്യമായ റെസൊല്യൂഷനിൽ എടുത്തിട്ട് വേണം, എക്സ്പെരിമെൻറ്റ് വന്നിട്ട് വേണം നമുക്ക് ഒരു സ്ട്രക്ചർ പഠിക്കാനായിട്ട്. ഇന്ന് പലതരത്തിലുള്ള ഡേറ്റാ ബേസസുകൾ അല്ലെങ്കിൽ ഹോമോളജിയൊക്കെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് സ്ട്രക്ചേഴ്സിനെ വളരെ ആക്യുറേറ്റായിട്ട് തന്നെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഗവേഷണ രംഗം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് അതിനൊപ്പം നീന്തിയേ സാധിക്കുകയുള്ളൂ. കുട്ടികൾ ആ ഒരു തരത്തിൽ, വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ഗവേഷകരും ആ ഒരു ഏജിനൊപ്പം നീന്തേണ്ടതുണ്ട്. പിന്നെ ബയോളജി പോലുള്ള ഒരു സോഫ്റ്റ് സയൻസ് ആണെന്ന് പറയാറുണ്ട്. അപ്പോൾ ബയോളജിയിൽ ഏറ്റവും കൂടുതൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം ഡേറ്റ സയൻസ് ആണ്. അപ്പോൾ ഗവേഷണ രംഗത്താണെങ്കിൽ ഇപ്പോൾ പ്രോട്ടീൻ സീക്വൻസസ് പോലെ തന്നെ DNA സീക്വൻസസിനെ അനലൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനായിട്ട് പല ലാബുകളിലും പലപ്പോഴും ബയോഇൻഫർമാറ്റീഷ്യൻസ് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇന്ന് നിങ്ങൾക്ക് ഒരു ഡേറ്റാ സയൻസിൻ്റെ ഒരു വിപ്ലവം ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ എയുടെ തന്നെ ഒരു കുതിച്ചുചാട്ടം കൊണ്ട് തന്നെ ഏതൊരാൾക്കും മനസ്സിലാകുന്ന രീതിയിൽ പൈപ്പ് ലൈനുകൾ അല്ലെങ്കിൽ സീക്വൻസിങ്ങിനെ അനലൈസ് ചെയ്യാനോ ഇതെന്താണ് എന്ന് മനസ്സിലാക്കാനോ ഒക്കെ സാധ്യമാകുന്ന രീതിയിൽ
പ്രോഗ്രാമിങ്ങുകളും അതുപോലെ തന്നെ കുറേ അനാലിസിസുകളും മനസ്സിലാക്കാനായിട്ട് ഇന്ന് സാധ്യമാകും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ മുന്നിലുണ്ട് എന്നുള്ളപ്പോൾ അതിനോട് മുഖം തിരിക്കുന്നത് നല്ലൊരു കാര്യമല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ChatGPT എന്ന് പറയുന്നത്. ChatGPT ഒരു ടീച്ചറിനെ പോലെ അതിലും മികച്ച രീതിയിൽ ChatGPTക്ക് നിങ്ങൾക്ക് പഠിപ്പിച്ച് തരാനായിട്ട്, ബേസിക്കുകൾ പഠിപ്പിച്ച് തരാനായിട്ട് സാധിക്കും. പലപ്പോഴും ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ മടിയാണ്. പക്ഷേ എന്ത് ചോദ്യങ്ങളും അല്ലേ വ്യത്യസ്തമായ രീതിയിൽ റെക്ടിഫൈ ചെയ്ത് വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നമ്മുടെ സംശയങ്ങൾ വിപുലീകരിക്കാനായിട്ട് ChatGPTക്ക് സാധ്യമാണ്. നിങ്ങളൊരു പ്രോഗ്രാമിങ്ങിൽ ഒരു നോളജും ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് അതിൻ്റെ ബേസിക് കാര്യങ്ങൾ, ഡേറ്റ ടൈപ്പുകളെക്കുറിച്ച് അല്ലെങ്കിൽ പൈത്തണിലെ ഡേറ്റ ടൈപ്പിനെ കുറിച്ച് ChatGPTയോട് ചോദിച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ ഈ ഇൻഫർമേഷനെ നിങ്ങളുടെ പഠനത്തിനായിട്ട് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല, അല്ലെങ്കിൽ അത് ഉപയോഗിക്കണം എന്നുള്ളതാണ് എൻ്റെ പക്ഷം. ഇനി എഡ്യൂക്കേറ്റേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരാം. പലപ്പോഴും നമ്മൾ ഈ പ്രസൻറ്റേഷനെല്ലാം അല്ലേ, ചോദ്യങ്ങളെല്ലാം തയ്യാറാക്കി ഇത്തരത്തിൽ തയ്യാറാക്കേണ്ട സംഭവങ്ങൾ ഉണ്ടാകുകയില്ല. പലപ്പോഴും ആ ഇൻഫർമേഷനൊക്കെ ഓൺലൈനിൽ അവൈലബിൾ ആയിരിക്കും. അതിൽ നമുക്കൊരു കുറച്ചുകൂടി ഒരു ഇത് കറക്റ്റാണോ എന്ന് നമുക്ക് വെരിഫൈ ചെയ്യാം. ചില ഇൻഫർമേഷനിലെ നമുക്കൊന്ന് റീചെക്ക് ചെയ്യാം. അതനുസരിച്ചിട്ട് ചില ഇൻഫർമേഷനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ക്വിസസ് ഉണ്ടാക്കാം, ഇൻ്ററാക്റ്റീവ് ക്വിസസ് ഉണ്ടാക്കാം. അത് വെച്ചിട്ട് അത് വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കാം. അതൊക്കെ വളരെ ഇൻ്ററാക്റ്റീവായിട്ട് നമുക്ക് നടത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ലേണിംഗ് ആയിട്ടുള്ള മെത്തേഡുകളൊക്കെ എഡ്യൂക്കേറ്റേഴ്സും കൂടുതലായിട്ട് ഉപയോഗിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇനി മറ്റൊരു കാര്യം എടുക്കാം. നമ്മുടെ ഒരു ബ്രെയിൻ തന്നെ ഫങ്ഷൻ ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. അപ്പോൾ ഇതിനെ ഒരു കാര്യം പഠിക്കുക അല്ലെങ്കിൽ മെമ്മറൈസ് ചെയ്യുക എന്നതിൽ ഉപരി നമ്മൾ ചെയ്യേണ്ടത് ഈ ഇൻഫർമേഷനെ നമ്മൾ എങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നു, അതിനെ ഓർഗനൈസ് ചെയ്ത് വയ്ക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ ഓരോ ഫോൾഡർ സിസ്റ്റംസ് ആയിട്ട് നമ്മൾ സൂക്ഷിച്ച് വയ്ക്കും ചില കാര്യങ്ങൾ. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് പല രീതിയിൽ എയുടെ സഹായത്തോടുകൂടെ തന്നെ നമുക്ക് കണക്റ്റഡ് ഡോട്ടുകളായിട്ട് പലപ്പോഴും ഇൻഫർമേഷനെ പ്രോസസ്സ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുള്ള സോഫ്റ്റ്വെയറുകൾ അവൈലബിൾ ആണ്. ഇനി എങ്ങനെയാണ് നിങ്ങൾ അത് റിസർച്ചിലൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. നിങ്ങൾക്ക് എത്ര നിങ്ങൾ വായിച്ചിട്ടും കാര്യമില്ല, അതിൻ്റെ ഒരു മെറ്റാ ഡേറ്റാസ് നിങ്ങൾ വളരെ വൃത്തിയായിട്ട് സൂക്ഷിച്ചു വെച്ചാലേ അതിനെ പിന്നീട് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ അതിലും മികച്ച കുറേയധികം AI ടൂളുകൾ വരുന്നുണ്ട്. നിങ്ങൾക്കൊരു പേപ്പറുണ്ട്, ആ പേപ്പറിനെ നോട് കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ തരത്തിലുള്ള പേപ്പേഴ്സിൻ്റെയും ഒരു ലിങ്ക് അല്ലെങ്കിൽ ഒരു ഡോട്ട് അല്ലെങ്കിൽ ഒരു വെബ് തന്നെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻഫർമേഷൻ്റെ ഒരു കണക്റ്റഡ് സ്പേസ് നിങ്ങളുടെ മുന്നിലുണ്ടാവും. ഇത്തരത്തിലുള്ള കുറേയധികം കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ നമുക്ക് മനസ്സിലായ കാര്യങ്ങളെ നമുക്ക് വീണ്ടും ഒന്ന് പഠിക്കാനായിട്ട് ഒക്കെ, ചോദ്യങ്ങൾ ചോദിക്കാനായിട്ടൊക്കെ ഏയുടെ ടൂളുകൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. പുതിയൊരു ലാംഗ്വേജ് നിങ്ങൾ പഠിക്കുകയാണെന്ന് വിചാരിക്കുക. അതിലെ ചില വേർഡ്സിനെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ലാംഗ്വേജുമായിട്ട് ക്ലബ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊന്ന് കമ്പയർ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചാൽ അത് പറഞ്ഞു തരും. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം കറക്റ്റായിട്ടുള്ള പ്രോംപ്റ്റുകൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് തന്നെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു സ്കില്ലായിട്ട് മാറുകയാണ്. എങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് വ്യക്തമായിട്ടുള്ള എന്ന് പറയുന്ന കുറച്ചുകൂടി വ്യക്തമായിട്ട് റിഫൈൻഡ് ആയിട്ടുള്ള ഉത്തരങ്ങളിലേക്ക് എത്താമെന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മെത്തേഡ്സ് നമ്മുടെ ലേണിങ്ങിൻ്റെ ഭാഗമാക്കണം. ഇനി നിങ്ങളൊരു ഗവേഷകനാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ആ ഒരു ഗവേഷകനാണ്, നിങ്ങൾ ആ ഗവേഷണത്തിൽ ഏർപ്പെട്ടു, നിങ്ങൾക്ക് ആ ഉത്തരം കണ്ടുപിടിക്കാൻ സാധിച്ചു. പക്ഷേ എന്നാലും നിങ്ങൾക്കത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്, ഇല്ലസ്ട്രേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ടും ഇന്ന് വളരെ മികച്ച തരത്തിലുള്ള ഈസി ആയിട്ട് പോലും നിങ്ങൾ വലിയ പഠനങ്ങൾ പോലും സാധ്യമാക്കേണ്ട കാര്യമില്ലാതെ തന്നെ പലതരത്തിലുള്ള ഫ്രീ AI ടൂളുകളിലൂടെ നമുക്ക് ഈസി ആയിട്ട് ചില പാരഗ്രാഫിനെയൊക്കെ കുറച്ചുകൂടി വിഷ്വലൈസ് ചെയ്ത് കാണാനായിട്ട് സാധിക്കും. അത് പല ആപ്പുകളിലും അല്ലെങ്കിൽ പലതരത്തിലുള്ള വെബ് സോഴ്സുകളിലും അത് ഇൻക്ലൂഡഡ് ആണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ ഒരു ലേണിംഗ് സ്പേസിൽ കൂടി ഭാഗമാക്കിയാൽ ചിലപ്പോൾ വിഷ്വലായിട്ടുള്ള ക്യൂസ് ആയിരിക്കും കൂടുതലായിട്ട് നിങ്ങളുടെ മെമ്മറിയിൽ നിൽക്കുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള വിഷ്വൽ ക്യൂസിനെ നമുക്ക് അടുക്കി വെച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ പഠനം എഫിഷ്യൻ്റാക്കി മാറ്റാൻ സാധിക്കും. ഇവിടെ കാര്യം എന്ന് വെച്ചാൽ ഇവിടെയുള്ള ചാലഞ്ച് ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ ബാധിക്കുമോ അല്ലെങ്കിൽ കുട്ടികൾ അതിന് സമയം വിനിയോഗിക്കാതിരിക്കുമോ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഉള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിളായിട്ടുള്ള പഠനം എന്ന് പറയുന്നത് നമ്മുടെ ഭാഗമാക്കുക, കുട്ടികളുടെ കൂടി കർത്തവ്യത്തിൽ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ള ഒരു ആശയം ടീച്ചേഴ്സിന് കൂടി മുന്നോട്ട് വയ്ക്കാൻ സാധിക്കണം.
ഇൻ്റർനെറ്റിൻ്റെ വിപ്ലവ സമയത്തും ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു അല്ലേ. ഇൻഫർമേഷൻ എല്ലായ്പ്പോഴും കുതിച്ചു ചാടുമ്പോൾ അവിടെ മിസ്ഇൻഫർമേഷൻ ഉണ്ടാവും. ആ മിസ്ഇൻഫർമേഷനെ എങ്ങനെ കൈകാര്യം ചെയ്യണം അല്ലേ, വാട്സപ്പ് ഏജൻസികളുണ്ടാവും എന്ന് നമ്മൾ പറയും. അപ്പോൾ അത് റെസ്പോൺസിബിളായിട്ടുള്ള ഇൻഫർമേഷൻ ഫാക്ട് ചെക്ക് ചെയ്തിട്ട് എങ്ങനെ ഇൻഫർമേഷനെ, ഒതൻറ്റിക് ആയിട്ടുള്ള ഇൻഫർമേഷനെ കൈകാര്യം ചെയ്യണം എന്നുകൂടി പഠിപ്പിക്കുമ്പോഴാണ് അത്തരത്തിലുള്ള ഒരു റെസ്പോൺസിബിളായിട്ടുള്ള ഒരു പഠനത്തിന് AI കൂടെ സാധ്യതകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മികച്ച ഒരു എഫിഷ്യൻ്റ് ഒരു ലേണിംഗ് മെത്തേഡ്സിലേക്ക് നമ്മുടെ അക്കാഡമിക്സ് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും